മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമെന്നും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും ബി.ജെ.പി. കേരള ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർ കോഴിക്കോട് പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി ശരിയല്ലെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ദൈവമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. Gravity of the crime. What has happened to Veena, we have seen it. And you only have published all the details, her accounts details, how the monthly payment was coming, and what is the logic for it, which kind of services they were providing. There are so many issues. Let the investigating cooperative agency probe it, and then we'll discuss, because I'll be here more time. കൊച്ചി മഹാരാജാസ് കോളേജിൽ SFIയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകന് കുത്തേറ്റിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി അർച്ചന വിനോദ് ചേരുകയാണ്. അർച്ചന, SFI പ്രതിഷേധിക്കുകയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകന് കുത്തേറ്റിരുന്നു. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് പോലീസ്. കോളേജിന് അവധിയാണ് ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ കോളേജിനുള്ളിലാണോ SFI ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്? കോളേജിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്കാണ് പ്രതിഷേധക്കാർ കയറിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ലോ കോളേജിലിരിക്കുക വിദ്യാർത്ഥികൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2 സംഘങ്ങൾ ചേർന്നാണ്, 2 കൂട്ടങ്ങൾ ചേർന്നാണ് ഇപ്പോൾ കോളേജിനകത്ത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് സാഹചര്യം കണക്കിലെടുത്ത് അനിശ്ചിതകാലത്തേക്ക് കോളേജ് നടത്താനുള്ള തീരുമാനമാണ് പ്രധാനമായും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാവിലെ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനമെടുക്കുന്നത്. SFI പ്രവർത്തകന് ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ സംഘർഷത്തിലാണ് പരിക്കേറ്റത്. പരിക്കേറ്റ SFI പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഭാരതത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട 15 പേർക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ നിരീക്ഷണത്തിലാണ്. ഇവർക്കെതിരെ വധശ്രമത്തിന് വരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. CCTV-യുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തകർക്കെതിരെ കേസെടുത്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജ് നടന്നിരിക്കുന്നത്. എന്തായാലും 2 അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചിടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് കോളേജ് അധികൃതർ. അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്.
എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി SFI പ്രവർത്തകർ. കോളേജിനുള്ളിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. KSU പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് SFIയുടെ പ്രധാന ആരോപണം. നിലവിൽ 2 പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിനിടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടെ തന്നെയാണ് SFI പ്രവർത്തകർ കോളേജിനുള്ളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലവിൽ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും പ്രതിഷേധവുമായി SFI പ്രവർത്തകർ മുന്നോട്ട് തന്നെ പോവുകയാണ്. കോളേജിനുള്ളിലാണ് നിലവിൽ SFI പ്രവർത്തകരും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും KSU ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന ആരോപണമാണ് SFI മുന്നോട്ട് വയ്ക്കുന്നത്. 2 പേർ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട്. ഒപ്പം കൂടുതൽ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. SFI പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. കോളേജിനുള്ളിലും ഒരുപക്ഷെ പുറത്തേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ ഉള്ളൊരു സാധ്യതയാണുള്ളത് എന്നുള്ളത്. കോളേജിന് പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് SFI എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 പേർ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. കോളേജിനെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കോളേജ് അടച്ചിടുന്നു എന്നുള്ള വാർത്തകൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് SFI പ്രവർത്തകർ കൂട്ടമായി എത്തി കോളേജിനുള്ളിലും പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI जिंदाबाद